നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. കിഴുപ്പള്ളിക്കരയിൽ വീട് കയറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിപിടിയിൽ കിഴുപ്പള്ളിക്കര ഏങ്ങാണ്ടി അനന്തകൃഷ്ണൻ എന്ന 23 വയസ്സുള്ള ബ്രാവോയാണ് പോലീസിൻ്റെ പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത്. ഇയാളുടെ നേതൃത്വത്തിലുള്ള ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കിഴുപ്പള്ളിക്കര നാരായണംകുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള പൊറ്റേക്കാട്ട് ചന്ദ്രശേഖരൻ്റെ വീട് കയറിയാണ് ആക്രമണം നടത്തിയത്. മാരകായുധങ്ങളുമായി എത്തിയ പ്രതി ചന്ദ്രശേഖരൻ്റെ മകൻ ഹരികൃഷ്ണനെ ആക്രമിച്ചു. ഇരുമ്പുവടി കൊണ്ടുള്ള ആക്രമണത്തിൽ ഹരികൃഷ്ണന് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി വീണ്ടുമെത്തി വടിവാളെടുത്ത് വീട്ടുകാരെയും അയൽവാസികളെയും വെല്ലുവിളിക്കുകയും വാളുവീശി പൊതുവഴിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. വീട് കയറി ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ മുഖ്യകണ്ണിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കിയുള്ള ഇയാളുടെ ലഹരി കച്ചവടം പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അന്തിക്കാട് എസ് ഐ അരിസ്റ്റോട്ടലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അഡീഷണൽ എസ് ഐ കൊച്ചിമോൻ, GSCPO മഹേഷ്, ഷിജീഷ്, കമൽ കൃഷ്ണ, സുർജിത്ത്, അഭിലാഷ്, ബിനോയ്, വിപിൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് ചേറ്റുവ പടന്ന തീരദേശ റോഡും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും പാലത്തിന് സമീപം ഇടിഞ്ഞു താഴ്ന്നു. ചേറ്റുവ പുഴയോരം തീരദേശ റോഡ് സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പുഴയുടെ വശങ്ങളിലുള്ള കോൺക്രീറ്റ് തൂണുകൾ പല ഭാഗങ്ങളും ദ്രവിച്ചുപോയി. ചില ഭാഗങ്ങളിൽ തൂണുകൾ ഇല്ലാതെ തുറന്നു കിടക്കുകയാണ്. ഇത് വാഹനങ്ങൾക്ക് ഏറെ ഭീഷണിയാണ്. ചേറ്റുവ പാലത്തിന് സമീപം നല്ല ആഴത്തിലുള്ള കുത്തിയൊഴുക്കും കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. കൂടാതെ ദേശീയപാത 66ൻ്റെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാരമേറിയ ജങ്കാറുകൾ നിരത്തി കെട്ടിയിട്ടുള്ളത് സംരക്ഷണ ഭിത്തിക്ക് സമീപമുള്ള കോൺക്രീറ്റ് തൂണുകളിലാണ്. ഇതുമൂലം പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാകുമ്പോൾ ഈ ഭാഗങ്ങളിലെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ ഏൽക്കുന്നുണ്ട്. ഏത് നിമിഷവും സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണും തകരാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് നോക്കിപ്പോയതല്ലാതെ ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് KLDC നിർമ്മിച്ച തീരദേശ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും 20 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. ചേറ്റുവ പാലം മുതൽ പുളിക്കക്കടവ് പാലം വരെ പല സ്ഥലങ്ങളിലും സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും തകർന്നു കിടക്കുകയാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തിയെ കെട്ടിയുയർത്തി കോൺക്രീറ്റ് തൂണുകളുടെ അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തുവാനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടാകണമെന്നും തീരദേശവാസികൾക്ക് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. സഹറയും സയ്യാനും സമ്പാദ്യ കൊടുക്ക മുസ്ലിം ലീഗിൻ്റെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഉപ്പച്ചിയും ഉമ്മച്ചിയും കുടുംബാദികളും നോമ്പിനും പെരുന്നാളിനും മിഠായി വാങ്ങാൻ കൊടുത്ത പൈസ ഇട്ടുവച്ചിരുന്ന സമ്പാദ്യ കൊടുക്ക പൊട്ടിച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. 4296 രൂപയാണ് ഗൂഗിൾ പേയിലൂടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആപ്പ് വഴി അയച്ചത്. ചലനമറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങൾ വേർപെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെയും അവസ്ഥ മാധ്യമങ്ങളിലൂടെ കണ്ട കുട്ടികളുടെ മനസ്സ് ഏറെ വിഷമിച്ചിരുന്നു. തുടർന്ന് സഹറയും സയ്യാനും തങ്ങളുടെ സമ്പാദ്യ കുടുക്കയിലെ പൈസ വയനാട്ടിലുള്ളവർക്ക് കൊടുക്കണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെടുകയായിരുന്നു. പാടൂർ വലിയകത്ത് സൈഫുദ്ദീൻ, തളിക്കുളം പോക്കാക്കിലത്ത് സുറുമി ദമ്പതികളുടെ മക്കൾ ആണ് സഹറയും സയ്യാനും. ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് തുക ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, ഗ്രാമപഞ്ചായത്ത് മെമ്പർ JJ രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PA അബ്ദുൽ ജബ്ബാർ, സെക്രട്ടറി VK നാസർ, KS സുബൈർ, PA സുലൈമാൻ ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, VA ദാവൂദ് ഹാജി, വനിതാ ലീഗ് നേതാക്കളായ നിഷ ഇക്ബാൽ, റഷീദ ബഷീർ, റസിയ എന്നിവർ സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വയനാടിനെ കൈത്താങ്ങുമായി തൃപ്രയാറിലെ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകരും നാട്ടിക ഗ്രാമപഞ്ചായത്തും. നാട്ടുകാരിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമായി ശേഖരിച്ച മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും അവിടേക്ക് എത്തിക്കുകയും ദുരന്ത സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിനായി ലൈഫ് സപ്പോർട്ട് തൃപ്രയാറിൻ്റെ 15ഓളം വരുന്ന വോളണ്ടിയർമാരുടെയും ആംബുലൻസുകളുടെയും സേവനം അവിടെ എത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ആശംസകൾ അറിയിച്ചു. ലൈഫ് സപ്പോർട്ട് പ്രവർത്തകരായ TC രാഹുൽ, അനീഷ് ചുള്ളിപ്പറമ്പിൽ, ബിജു KK, വിജിൽ CV, വൈശാഖ NG, അക്ഷയ് മുരളി, സാഫിർ അലി, രോഹിത്, സുജയ്, വിഷ്ണുപ്രസാദ്, ആൽഫിൻ TD തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മണലൂർ സത്രം ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിൽ MV രാമചന്ദ്രൻ വാര്യരുടെ കാർമ്മികത്വത്തിൽ കർക്കിടവാവ് ബലിതർപ്പണം നടന്നു. 1000ഓളം ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തി.
ക്ഷേത്രം സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, സതീഷ് ബാബു, മോഹനൻ കോലോട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി, പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും DDRC തൃശൂർ ലാബും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പും രക്തപരിശോധനയും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ് മുഖ്യാതിഥിയായി. പാതുവ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആൻഡോ, കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫൊറാന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, വാർഡ് മെമ്പർ മിനി ആൻഡോ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോബി CL, ട്രഷറർ ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഷാലി ഫ്രാൻസിസ്, ജെസി വർഗീസ്, KA വർഗീസ്, ആനി ജോയ്, ആൽഡ്രിൻ ജോസ്, ബിജു ബാബു, AC ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ PR വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് PR ഷീനോയ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, ബാങ്ക് പ്രസിഡന്റ് MB സഹദേവൻ, CPI നേതാക്കളായ CR മുരളീധരൻ, PK ശ്രീജി എന്നിവർ സംസാരിച്ചു. NA പീതാംബരൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. KC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് VA ഗിരീഷ്, AK രാജൻ, VV രാകേഷ്, KR പ്രതീഷ്, KM സിറാജ്, സജിത ബിജു, BA രേവതി, അഡ്വക്കേറ്റ് PR ഷിനോയ്, KA അജ്മൽ, KG സജിത്, സിൽജ ജോഷി, ജിദ സനിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. LDF താന്യം പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സിബിൻ C ബാബു, PM മധുലാൽ, MV മുകേഷ്, NA പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.